തൂതക്കുളപ്പട പന്നിയൻകുരിശി റോഡിന്റെ ശോചനീയാവസ്ഥ മുൻനിർത്തി ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നഗരസഭ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആകെ 28 അജണ്ടകളാണ് ചർച്ചയ്ക്ക് വന്നത്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രോജക്ടുകൾ ലഭ്യമല്ലാത്തതിനാൽ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാൻ കൗൺസിൽ തീരുമാനിച്ചു. എന്നാൽ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ നഗരസഭ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ആവശ്യപ്പെട്ടു. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ ആവശ്യമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾ നഗരസഭ സ്ട്രെസ് ചെയ്ത് പോലീസിനോടും ബന്ധപ്പെട്ട മോട്ടോർ വാഹന ഉടമകളോടും കൂടി പറഞ്ഞാലേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ തുറന്നാൽ ഇപ്പൊ 3000 കുട്ടികൾ വരെ 1500 കുട്ടികൾ എങ്ങനെയും ബോധിയായിരിക്കും. 1500 കുട്ടികൾ അവിടെ ഉണ്ടാവും അങ്ങാടിയിൽ. പുതിയ പരിഷ്കാരം വന്നിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർ P. സുബീഷ് കുറ്റപ്പെടുത്തി. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു പറമ്പോ ഗ്രൗണ്ടോ ഒന്നല്ല നമ്മൾ സൂചിപ്പിക്കുന്നത്. എല്ലാവിധ അനുമതിയോടുകൂടി 1, 2, 3 തവണ ഉദ്ഘാടനം നിർവഹിച്ച ചെർപ്പുളശ്ശേരിയുടെ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡ് ഈ അടിയന്തര സാഹചര്യത്തിൽ ഇപ്പോഴും ഉപയോഗിക്കാൻ തയ്യാറായെങ്കിൽ എന്താണ് നമ്മൾ ആ ബസ് സ്റ്റാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിലവിൽ നഗരസഭ അത്തരം ഒരു നിർദ്ദേശം കൊടുത്തിട്ട് ബസ് ഓണേഴ്സോ അല്ലെങ്കിൽ ബസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഉപയോഗിക്കാൻ തയ്യാറാവാത്തതാണോ കാരണം എന്നുള്ളത് ഇതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ ചർച്ചകൾ നടത്തി പുതിയ സ്റ്റാൻഡിനെ സജീവമാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് BJP കൗൺസിലർ P. ജയനും ആവശ്യപ്പെട്ടു. കൗൺസിലിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം പ്രഖ്യാപിച്ച് പിരിയുന്നതിനേക്കാൾ നല്ലത് എല്ലാ വിഭാഗത്തിന്റെയും കൂടി ഒരുമിച്ചൊരു യോഗം ചേർന്ന് അവരുടെ പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് കേട്ട് ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ തീരുമാനം എടുത്തത് പ്രാവർത്തികമാക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിലവിലെ ഗതാഗത പരിഷ്കാരങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്നും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡിവൈഡറുകൾ സ്ഥാപിച്ച് കൂട്ടായ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീജ് വ്യക്തമാക്കി. ഇതിൽ കൂട്ടായ ചർച്ചയ്ക്ക് നമുക്ക് വേദിയൊരുക്കി ആവശ്യമായ സമയത്ത് ഭേദഗതി ചെയ്ത് നമുക്ക് പോകാനേ കഴിയുള്ളൂ. കാരണം ഇതൊരു ചർച്ചയാക്കി നമ്മൾ ജനങ്ങളെ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ നഗരസഭ ഭരണ സംവിധാനത്തെ നമ്മൾ മോശമായിട്ട് നമ്മളാണ് ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ഗതാഗത ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ പുനഃപരിശോധന നടത്തുന്നതിനും മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഉടൻ തന്നെ വീണ്ടും യോഗം ചേരുമെന്ന് വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ അറിയിച്ചു. തൂതക്കുളപ്പട പന്നിയൻകുരിശി റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ഇൻഫ്രാഗ്രാനൈറ്റ് ക്വാറിയിലെ ഭാരവാഹനങ്ങളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കാൻ നഗരസഭ ക്വാറി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങൾ അറ്റകുറ്റപ്പണി മാത്രം ചെയ്യാമെന്ന മറുപടി കൗൺസിലിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. തൂതക്കുളപ്പട 4 റോഡാണ് ഏറ്റവും മോശമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നേരിട്ട് പോയിട്ട് അവിടെ നമ്മൾ ചർച്ചയിലൊക്കെ പങ്കെടുത്തതാണ്. അവിടുത്തെ കൗൺസിലേഴ്സും നമ്മുടെ ബോർഡും കൂടി പോയിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് നമ്മൾ അന്ന് പറഞ്ഞത് തന്നെയാണ് നമുക്ക് ബോർഡിന് ഇന്നും പറയാനുള്ളത്. നഗരസഭയ്ക്ക് ജനങ്ങളുടെ കൂടെ നമ്മൾ 100% നിൽക്കുന്നതായിരിക്കും. ക്വാറി അധികൃതരുടേത് ധിക്കാരപരമായ മറുപടിയാണെന്നും ഇതിനെതിരെ നഗരസഭ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും BJP കൗൺസിലർ P. ജയൻ ആവശ്യപ്പെട്ടു. അപ്പോ നമ്മൾ അവരിൽ നിന്ന് ഈ റോഡ് ഇത്രയും കേടുവരാനുള്ള കാരണക്കാരായിട്ടുള്ള ഈ ഇൻഫ്രാഗ്രാനൈറ്റ് ഒരു നോട്ടീസ് കൊടുത്തിട്ട് അതിന് ആവശ്യമായിട്ടുള്ള പരിഹാരം ഒരു കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് തീരുമാനമെടുത്ത് അവർക്ക് നൽകി അതിന് ധിക്കാരപരമായ മറുപടി തരിക എന്നുള്ളതാണ് ഇപ്പൊ മറുപടി വായിച്ചു മനസ്സിലായത്. അവർക്ക് ഈ സമയത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന വലിയ ഖേദകരമായിട്ടുള്ള ഒരു മറുപടിയാണ് അവർ തന്നിട്ടുള്ളത്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നഗരസഭയെയും കൗൺസിലിനെയും വെല്ലുവിളിക്കുന്ന ക്വാറി അധികൃതരുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരത്തിന് തയ്യാറാകുമെന്നും കൗൺസിലർ P. സുബീഷ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ സമരത്തിന് പ്രദേശത്തെ ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ അവിടെ തയ്യാറായിരിക്കാൻ നമ്മുടെ കൗൺസിലിന്റെ തീരുമാനത്തെ നമ്മളെ വിശ്വാസത്തിലെടുത്ത് താൽക്കാലികമായി അത് നീണ്ടുപോയതാണ്. വരും ദിവസങ്ങൾ അവരെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ശക്തമായ
ജനകീയ പ്രക്ഷോഭം തന്നെ നമുക്ക് നഗരസഭയും അതുപോലെ തന്നെ ആ സ്ഥാപനവും നേരിടേണ്ടി വരും എന്നുള്ളത് കൃത്യമായി അവരെ ബോധിപ്പിക്കുകയും അത്തരം തീരുമാനങ്ങൾ നഗരസഭ എടുക്കുമ്പോൾ ആ പ്രദേശത്തെ ജനപ്രതിനിധി ആ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം നഗരസഭയോടൊപ്പം 100% ഉണ്ടാവുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാറുള്ളത്. കൗൺസിലിനെ അവഹേളിക്കുന്ന നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ വ്യക്തമാക്കി. വലിയ വാഹനങ്ങൾ അനധികൃതമായിട്ട് വാഹനങ്ങൾ ഓടുന്നുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന്റെ മോട്ടോർ വെഹിക്കിൾ പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യാനും അതോടൊപ്പം തന്നെ കേടുവരുത്തിയ റോഡുകളിൽ വലിയ വാഹനങ്ങൾ പോകുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ഒരു തീരുമാനം കൊടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ള. സംശയമില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ ജയമാസം മറ്റേ ജിത്തുമൊക്കെ അവിടെ പിന്നെ സതീഷൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ മുന്നേ ജനകീയ ഭൂഖണ്ഡത്തിൽ ഈ ഡയസ് ഉണ്ടാവും, ഭരണസമിതി ഉണ്ടാവും എന്നുള്ള സംശയമില്ല. പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഗണിച്ചും റോഡിന്റെ സംരക്ഷണത്തിനായും ഈ റോഡിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ യാത്ര നിരോധിച്ചുകൊണ്ട് അടിയന്തരമായി നോട്ടീസ് നൽകുമെന്നും ജനകീയ വിഷയങ്ങളിൽ ഭരണസമിതി ജനങ്ങൾക്കൊപ്പം മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി.